നമസ്കാരം കേട്ടോ. ചില നല്ല ബന്ധത്തെ അവിഹിതമാക്കി നോക്കുന്ന ചില ആൾക്കാരോടാണ് കേട്ടോ. അതായത് നിങ്ങളൊന്ന് ശരിക്കും അവരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതായത് അവിഹിതം ഉണ്ടാവാമില്ല എന്നല്ല, പക്ഷെ തെറ്റിദ്ധാരണകൾ കൊണ്ട് ആ ബന്ധത്തെ, നല്ല ബന്ധമായിരിക്കും, അതിനെ അവിഹിതമാക്കി മാറ്റുന്നവരോടാണ്. നമുക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാത്ത പക്ഷം അവരെ നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് അത്രയും സ്വകാര്യമായി നമുക്ക് അവരെ അറിയില്ല. അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയില്ല. അവർ ചിലപ്പോൾ ഇമോഷണലി, മെന്റലി, എല്ലാം ഫിസിക്കലി എല്ലാം ഡൗൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരാൾ അവരുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടാവും. അവരെ നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ രണ്ടുപേരും നമ്മൾ കെട്ടിപ്പിടിച്ച് കരയുന്നു, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ ഷോൾഡറിന് തട്ടിട്ട് സാരമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മൾ അതിനെ അവിഹിതമാക്കി പെട്ടെന്ന് കാച്ച് ചെയ്യുന്നത് അവിഹിതമാണെന്ന് പറയും. അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെന്ന് പറയരുത്. കാരണം നമുക്കറിയില്ല, ഒരു തേർഡ് പേഴ്സൺ ആണ്. ഒരാൾക്ക് ഒരാളെ ആശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതൊരിക്കലും അവിഹിതമൊന്നും ആവുന്നില്ല. അത് അയാളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് ആ സെക്കൻഡ് പേഴ്സണെ ആശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതെങ്ങനെ അവിഹിതമാവും? നമ്മള് ഒന്നും ചിന്തിക്കാതെ ഒരാളെ അവിഹിതക്കാരിയാണ് അല്ലെങ്കിൽ അവിഹിതമാണ് എന്ന് പറയരുത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നിങ്ങളത് മാറ്റി ചിന്തിച്ചോളൂ. അപ്പോ ബൈ.